വയനാട് മേപ്പാടിയിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ ഉണ്ടായ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത ഭൂമിയിലാണ് നിൽക്കുന്നത്. സൂചിപ്പാറയുടെ പ്രദേശത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. 13ാമത്തെ ദിവസമാണിത്. ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും ചേർന്നുകൊണ്ട് ഇപ്പോഴും ബോഡികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ IRWൻ്റെ ടീം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എല്ലാ ദിവസവും 100-ലധികം വരുന്ന IRWൻ്റെ പ്രവർത്തകർ ഇവിടെയുള്ള NDRF, ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരുടെയും കൂടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഞങ്ങൾ 100ഓളം ആളുകൾ റിപ്പോർട്ട് ചെയ്തു. സൂചിപ്പാറ പ്രദേശത്ത് സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഞങ്ങൾക്ക് നിയോഗിച്ച സെബാസ്റ്റ്യൻ സാറിൻ്റെ കൂടെയാണ് ഞങ്ങൾ തെരച്ചിലിന് വേണ്ടി വന്നത്. ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് സൂചിപ്പാറ എന്ന് പറയുന്നത്. ബോഡികളെല്ലാം ഇവിടെ ഈ വലിയ വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് താഴേക്ക് ഒഴുകി വരുമ്പോൾ പാർട്സുകളായിട്ടാണ് പിന്നീട് നിലമ്പൂർ ഭാഗങ്ങളിലേക്ക് ഒഴുകി വരുന്നത്. ഇതിന് താഴെയും വളരെ ചെങ്കുത്തായ, വളരെ അഗാധമായ ഗർത്തത്തിലേക്ക് വീഴുന്ന വെള്ളച്ചാട്ടങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ കിട്ടുന്ന ബോഡികളുടെ പാർട്സുകൾ കിട്ടാനുള്ള കാരണം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. IRWൻ്റെ പ്രവർത്തകർ ഗവൺമെൻറ് ഏതുവരെ ഇവിടെ സെർച്ച് ചെയ്യുന്ന ബോഡികൾ അന്വേഷിക്കുന്നുവോ അതുവരെ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് സെർച്ച് ചെയ്യാനാണ് IRWൻ്റെ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത്. IRWൻ്റെ പ്രവർത്തകർ 3-4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മേപ്പാടി ആശുപത്രി, മോർച്ചറി ഭാഗങ്ങളിലും ഞങ്ങളുടെ പുരുഷ വളണ്ടിയേഴ്സും അതുപോലെയുള്ള സ്ത്രീ വളണ്ടിയേഴ്സും വളരെ സജീവമായി എല്ലാ സേവനങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് എന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്.